കളിക്ക്. ആ ശരി അമ്മേ. ഇതെന്ത് പറ്റി ചേട്ടാ? കടലാണ് ഉൾവലിയെന്ന്. എടുത്തുമ്പി കടൽ ഉൾവലിന്ന് വെച്ചെന്തായിരുന്നു? അയ്യോ സുനാമിയാ. അയ്യോ സൈറൻ വല്ല മുഴങ്ങുന്നു ഇവിടെ. മക്കളെ കടൽ ഉൾവലിയുമ്പോ സൈറൻ അടിക്കുന്നു. അയ്യോ അമ്മ ഇത് സുനാമിയാ. കടൽ ഉൾവലിയുമ്പോ ഇങ്ങനെ സൈറൻ അടിക്കുക. അപ്പൊ സുനാമിയുടെ അലർട്ട് ഇത്. നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും പൊക്കത്തുള്ള സ്ഥലത്ത് പോയിട്ട് നിൽക്കാം. ആന്റി മോളെ കൊണ്ട് പെട്ടെന്ന് ഓടിക്ക സുനാമി. അയ്യോ സുനാമിയാ. അയ്യോ മോളെ പെട്ടെന്ന് ഓടിക്ക് സുനാമി. രക്ഷപ്പെട്ട് നമ്മൾ എവിടെയാണ് പിന്നെ രക്ഷപ്പെട്ടല്ലോ. അയ്യോ ഈ പക്കമുള്ള സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. അയ്യോ ദേ വലിയ ഒരെണ്ണം വരുന്നു. അയ്യോ ജസ്റ്റ് മിസ് ഉള്ളായിരുന്നു. അയ്യോ ഇപ്പൊ കൊണ്ടുപോയി നമ്മളെ. അയ്യോ എന്റെ കാലെ വരെ വെള്ളം അടിച്ച്. അയ്യോ രക്ഷപ്പെട്ട്. നമുക്കൊന്ന് ഇവിടുന്ന് പോവാ. സുനാമിയൊക്കെ പോയി. അയ്യോ അയ്യോ രക്ഷപ്പെട്ട്. ആ സുനാമി എന്ന് നിങ്ങൾക്ക് നീന്താനൊന്നും അറിയത്തില്ലല്ലോ. അമ്മയ്ക്കാണെങ്കിൽ നീന്താനൊക്കെ അറിയാം. അമ്മ പണ്ടേ വിട്ട് നീന്തലൊക്കെയാ. അയ്യോ നിങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ മക്കളെ. നിങ്ങൾ നീന്തൽ പഠിപ്പിക്കട്ടെ. അയ്യോ അമ്മ എനിക്ക് പേടി നീന്താൻ. എനിക്കും പേടിയാ. ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോഴേ രക്ഷപ്പെടാൻ ഈ നീന്തൽ പഠിച്ചാലും പറ്റത്തുള്ളൂ. അത് പറഞ്ഞേ. അയ്യോ വീടൊന്ന് എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു സമാധാനമായത്. അയ്യോ ശരിക്കും പേടിച്ചു പോയി സുനാമി വന്നപ്പം. അയ്യോ സുനാമിയുടെ അളവ് അനുസരിച്ച് നമുക്ക് രക്ഷപ്പെടാൻ പറ്റി. അയ്യോ അപ്പം നല്ല രീതിയിൽ സുനാമി വരുവായിരുന്നു. നമ്മൾ ചത്തു തന്നെ. നമ്മുടെ പാറയുടെ അവിടെ മുട്ടിയില്ലേ, പാറയുടെ അവിടെ നമ്മുടെ കാലിൻ്റെ അവിടെ വരെ മുട്ടി. അയ്യോ ആ പാറ പിടിച്ചെന്നുണ്ടല്ലേ വെള്ളം കൊണ്ടുപോകാൻ. അയ്യോ എൻ്റെ അമ്മ ഇതുവരത്തെ അവസ്ഥ ഇതുവരെ ജീവിതത്തിൽ വന്നിട്ടില്ല. അല്ല ഇത് ആരൊക്കെ ഇത് അപ്പു അഞ്ചു അല്ലേ? എത്ര നാളെ നിങ്ങളെ കണ്ടിട്ട് എന്ത് ഇങ്ങോട്ടൊന്ന് കളിക്കാൻ വരാത്തെ? ഒന്നും പറയണ്ടാ. ഞങ്ങളാണെങ്കിൽ അമ്മയുടെ എങ്ങനെയൊക്കെ കാല് പിടിച്ച് കയ്യും കാലിലൊക്കെ പിടിച്ചിട്ടാ അമ്മ ഞങ്ങളെ തൽക്കാലം വിട്ടത്. ഹോ എൻ്റെ പൊന്നെ രക്ഷപ്പെട്ടു. ഞാനോർത്ത് നിങ്ങൾ വല്ല വീട് മാറി വല്ല താമസം പോയെന്ന്. ഞങ്ങൾ അങ്ങോട്ട് വരുന്നുമില്ലായിരുന്നു വഴിക്കോട്ട്. അതുകൊണ്ട് പറഞ്ഞേ. ഞാനോർത്ത് നിങ്ങൾ വല്ല വീട് വല്ല മാറിപ്പോയി എവിടെയെങ്കിലും പോയെന്ന്. ഇത്ര ദിവസമായിട്ടല്ലോ എനിക്ക്. ഒരാഴ്ച മേളേ. ഒരാഴ്ചയില്ലല്ലോ 2-3 ആഴ്ച ആയില്ലേ? 2-3 ആഴ്ച മേളായി. ഈ നമ്മുടെ അമ്മമാർക്ക് എന്താ നമ്മളെന്ന് കളിക്കാൻ വിട്ടാ? അവർക്ക് എന്താ പ്രശ്നം എനിക്ക് അറിയാത്തതാ. എനിക്ക് അത് തന്നെ അറിയാത്ത കാര്യം. നമുക്കെല്ലാം കളിക്കാം. എടാ നിങ്ങളൊന്നും വല്ല കടലിൽ വല്ലതും പോയായിരുന്നോ? ഇല്ല. എന്താ നിങ്ങൾ അറിഞ്ഞു പോയോ? കടലിൽ പോയി. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. നിങ്ങളുടെ പറഞ്ഞ ഒട്ടും വിശ്വസിക്കത്തില്ല. എന്തോ പ്രശ്നമാടാ ഉണ്ടായത്? ഞങ്ങൾ കടലിൽ ചെന്നപ്പോൾ തന്നെ ഞാനും എൻ്റെ അനിയത്തിയും വെള്ളത്തിൻ്റെ തറങ്ങേ. ആ സമയത്താണെങ്കിൽ കടൽ ഉൽവലിന്ന്. അപ്പം ഞാൻ അനിയത്തിയോട് ചോദിച്ചു ഇതെന്തോ ചേട്ടാ കടൽ ഉൽവലിന്ന്. അപ്പം ഞാൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞേ ഒയ്യോ ഇത് സുനാമിയാണ്. അപ്പം തന്നെ സൈറൻ അടിക്കുന്നത്. അമ്മ എന്നോട് ചോദിച്ച് ഇതെന്തോ കടൽ ഉൽവലിഞ്ഞിട്ട് എന്തോ സൈറൻ അടിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സുനാമി വരാൻ പോവാന്ന് പറഞ്ഞു. ശരിക്കും സുനാമി ഉണ്ടടാ. ഞങ്ങൾ പിന്നെ അവിടെ ഒരു ആൻറ്റിയും പിന്നെ ഒരു മോളും ഇപ്പുണ്ട്. ആൻറ്റിയും പിന്നെ ഒരു മോളെയും പിന്നെ കൂട്ടി ഞങ്ങൾ ഇവിടെ പോയി ഒരു പാറക്കെട്ടിൻ്റെ അവിടെ പോയി നിന്നു. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. വലിയ സുനാമിയൊക്കെ വന്നാൽ ഞങ്ങളെ കൊണ്ടുപോകാൻ. എൻ്റെ കാലും പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും കാല് വരെ തട്ടിക്കൊണ്ടായത് ആ സുനാമി. അയ്യോ പേടിച്ചു. എൻ്റെ ജീവിതത്തിലായിട്ട് ഇത്രയും ഞാനങ്ങ് പേടിച്ചു. എൻ്റെ പൊന്നെ അയ്യോ ഓർത്തിട്ടുണ്ടോ? അയ്യോ നിങ്ങളൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ടായത്. നിങ്ങളെ കൊണ്ടുപോകാനല്ലോ. എൻ്റെ അമ്മയെ പേടി വന്നിട്ട് ഇനി കടലിൽ പോത്തേയില്ല. ഞാൻ ഇനി ഒരിക്കലും പോത്തില്ല. അയ്യോ എനിക്ക് പേടി വന്നിട്ട് വയ്യ. നിങ്ങളുടെ ഭയം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പം എന്തോ ചെയ്താന്. ശരിയാ. ഞങ്ങളെ വായി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞങ്ങളെ ആ കടൽ കൊണ്ടുപോകാൻ. അയ്യോ പിന്നെ അവിടെ പോയി കിടക്കുക. ഏതെല്ലാം ഐലൻഡിലായിരിക്കും ഞാൻ ചെന്ന് നോക്കുമ്പോൾ കിടക്കുന്നത്. ജീവനുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഐലൻഡിൽ ചെല്ലുമ്പോൾ എഴുന്നേക്കും. ജീവനില്ലെങ്കിൽ അവിടെ എവിടെയെല്ലാം ചത്തളിഞ്ഞ് കിടക്കും. എന്തായാലും കൊള്ളാം. എടാ ഞാനിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഫുട്ബോൾ എടുത്തിട്ട് വരട്ടെ. നമുക്ക് ഫുട്ബോൾ കളിക്കാം അവിടെ. ശരിയടാ അപ്പു. ഇതങ്ങനെ തന്നെ ഇങ്ങോട്ട് ബോൾ വന്ന്. പേടിക്കണ്ട നിങ്ങളാരും. ഞാൻ തന്നെ ഇങ്ങോട്ട് ചവിട്ടി എറിഞ്ഞതാ. എന്തായാലും എൻ്റെ അപ്പു ഇങ്ങനെ വേണ്ടായിരുന്നു കേട്ടോ. മനുഷ്യൻ ശരിക്കും പേടിച്ച് സുനാമി കഴിഞ്ഞിട്ട് വന്നതാ. ഞാൻ എന്നോടത്ത് അടുത്തല്ല പ്രായമല്ല ആണോന്ന്. പേടിക്കണ്ട കണ്ട. ഞാൻ തന്നെ അട്ടി വിട്ടതാ. അയ്യോ ബോൾ അപ്പുറത്തെ മതിൽ പോയടാ കണ്ണാ.
എടാ മണ്ണ, നീ എന്തൊരു ചവിട്ടാടാ ചവിട്ടിയെ? അപ്പുറത്ത് പട്ടിയുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളിനി അപ്പുറത്തിനി അങ്ങനെയല്ലും. അപ്പുറത്തെ അയാളാണെങ്കിലേ നമ്മളോട് നേരത്തെ വഴക്കുണ്ടാക്കാൻ, അതെ പിന്നെ ഞങ്ങളങ്ങോട്ട് മിണ്ടത്തുമില്ല. ഇനി അങ്ങനെ കയറി എടുക്കാനാ? നിന്റെ പോലല്ലേ, സാരല്ല പോട്ടെ. ഞങ്ങളുടെ പോലൊന്നും അല്ലല്ലോ, വേറെ പഠിച്ചിട്ട്. എന്റെ അമ്മ അവിടെ പട്ടിയുണ്ട്, ഞാൻ ഇനി അങ്ങനെ പോയി എടുക്കാനാ? എടി അഞ്ചു, നമുക്ക് രണ്ടുപേർക്ക് ബോൾ എടുത്തിട്ട് വരാടി. എടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരിക്കുള്ള സ്ഥലത്തെ ഭാഷ ഇവിടെ എടുക്കരുത്. തിരുവനന്തപുരം ഇവിടുത്തെ ഭാഷ വന്ന് കേട്ടാ, ഇടിച്ച് ശരിയാ. നിന്നെ ഞാൻ ഇടിച്ച് കൊല്ലും, ഞാൻ പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് ആ ഭാഷ ഇവിടെ പറഞ്ഞു വെക്കരുത്. എന്റെ കൂടെ ആരും വരുന്നില്ലെങ്കിൽ ഞാൻ തന്നെ നോക്കളാം. എന്നെ ആ പട്ടി കടിച്ച് കൊല്ലുമ്പോഴേ നീ അമ്മയുടെ നിന്ന് എന്ത് പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ. നമുക്ക് ഈ മതിൽ ചാടി അങ്ങ് പോവാം. അയ്യോ 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 ഓടിക്കാ, പട്ടി പട്ടി, അയ്യോ കേറി വലിയേ, അയ്യോ. രണ്ടെണ്ണം വന്ന ബോളെന്തി? ബോളൊന്നും എടുക്കാൻ പറ്റിയില്ലടാ. ഇപ്പൊ ബോൾ എടുക്കുന്നുണ്ട്, വരെ പട്ടിയെ കൊണ്ട് കളിപ്പിച്ചല്ലേ? ഹേയ് ഹേയ് ഹേ, അപ്പുറത്തെ വീട്ടിൽ ബോൾ എടുക്കാൻ പോയ അപ്പുനെ പട്ടി കടിച്ച്. വീട്ടിലെത്തിയപ്പോ അമ്മയാണെങ്കിൽ അടിച്ച് ശരിയാക്കി തൂക്കിയെടുത്ത് അമ്മയെ ആശുപത്രി കൊണ്ടുപോയി സൂചിയിട്ട് കുത്തി. അയ്യോ 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 അയ്യോ. കളിയാക്കെ വരട്ടെ, എന്നെ പട്ടിയൊന്നും കടിച്ചിട്ടില്ലടാ. സത്യം തന്നെയാണല്ലോടാ. കടിച്ചില്ലെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ നിനക്ക് നല്ല അടിയും കിട്ടും, പിന്നെ ആശുപത്രിയിൽ നിന്ന് നല്ല കുത്തും കിട്ടും. എടാ നീ എങ്ങനെ വിശ്വസിക്കണേ? ആണെങ്കിൽ എന്റെ തല തൊട്ട് സത്യം ചെയ്യാൻ എന്നെ പട്ടി അടിച്ചില്ലെന്ന്. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ഞാനാണ് സത്യം, എന്നെ ഒരു തുള്ളി പോലും പട്ടി കടിച്ചിട്ടില്ല, നക്കിയിട്ട് പോലും ഇല്ല. ഇനി നിന്റെ അനിയത്തിന്റെ കാര്യം എന്തുവായി? അവളോട് ചോദിച്ചു നോക്ക്. ഇടി നിന്നെ വല്ലതും കടിച്ചോ പട്ടി? നിന്റെ തല തൊട്ട് നീ സത്യം ചെയ്യേ എന്നെ പട്ടി അടിച്ചില്ലെന്ന്. നമ്മൾ നാലുപേരും നല്ല ഭാഗ്യം ചെയ്ത ആൾക്കാരാണല്ലോ. അതാണ് നീ അങ്ങനെ പറഞ്ഞേ? കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്ക് പട്ടിന്റെ കടി കിട്ടണ്ടല്ലായിരുന്നോ? അമ്മയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അടിച്ച് ശരിയാക്കും, പിന്നെ ആശുപത്രി കൊണ്ടുപോയി കുത്തിവെക്കും. പക്ഷെ അവർ നിങ്ങളെ പട്ടി അടിക്കാത്തതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ലല്ലേ? അതുപോലെ തന്നെയല്ലേ ഞങ്ങളുടെ കഥ. ഞങ്ങളെ സുനാമ എന്ന് കൊണ്ടുപോകത്തെ ഞങ്ങളുടെ ഭാഗ്യം. അപ്പം നമുക്കൊരു 4 പേർക്കും ഫാമിലി ഉണ്ട്, നല്ല ഭാഗ്യമുണ്ട്. ഇപ്പൊ ശരിയായല്ലോ നീ പറഞ്ഞേ. എടാ കണ്ണാ, നിന്നോടായിട്ട് എനിക്കൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ അമ്മയെങ്ങാണ്ട് ഈ വഴി കൂടെ ഇങ്ങനെ പോകുന്ന കണ്ടാലേ ഞാൻ ഇവളുവാണെങ്കിൽ അപ്പുറത്ത് ബോൾ ചവിട്ടി എറിഞ്ഞപ്പോഴാണെങ്കിലേ അപ്പുറത്തെ വീട്ടിലോട്ട് ബോൾ എടുക്കാൻ പോയെന്ന് പറയല്ലേ കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ, പറയാൻ പറ്റുമോ ഇല്ലേന്ന്. എടാ കണ്ണ, നമ്മൾ എത്ര നാളായിട്ട് ഫ്രണ്ട്സ് ആണ്. എന്തുവാണ് നിനക്ക് ഒരു സഹായം ചെയ്യാൻ പറ്റത്തില്ലേ? എന്തുവാടാ? ശരി, ഞാൻ നോക്കട്ടെ എന്നാ. എടാ ഏറ്റ് ശരി എന്നാ പോരെ. താങ്ക് യു. ഞങ്ങൾ എന്നാ പോവാണേ. അല്ലടാ, ബോൾ എവിടെ പോയി നിന്റെ അമ്മ വെച്ച് എന്താ പറയും? ഞങ്ങള് പറയും നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ കളിക്കാൻ വന്നപ്പോൾ ഞാനാണ് ഈ ചവിട്ടി തെറിപ്പിച്ച് അപ്പുറത്തെ വീട്ടിൽ ആ പട്ടിയുള്ള വീട്ടിൽ ചെന്ന് വീണെന്ന് പറഞ്ഞേ. അവിടെ പട്ടികളാണ് ഞങ്ങളൊന്ന് എടുക്കാൻ പോയിരുന്നു പറയാം, അത്ര പറയത്തുള്ളൂ. അപ്പോൾ അമ്മ അടിക്കത്തില്ലേ? അമ്മ എന്തിനാ അടിക്കുന്നത്? ഞങ്ങള് പറയുന്നേ അപ്പുറത്ത് പോയെന്നില്ലെന്ന് പറയും. ബോൾ ചവിട്ടി എറിഞ്ഞപ്പം എടുക്കാനൊന്നും പോയില്ലെന്ന് പറഞ്ഞു, അപ്പുറത്ത് പട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ അമ്മയൊന്നും ചെയ്യത്തില്ല. എന്നാ നിങ്ങൾ വെക്കോ, ഞങ്ങളും അകത്ത് കയറി പോവാ. ശരിയാടാ, നാളെ വൈകിട്ടേ സ്കൂള് വിട്ട് കളിക്കാൻ പറഞ്ഞേ. ശരിയാടാ, ഞങ്ങൾ വരാം. അമ്മ വിടുവാണെങ്കിൽ വരാവേ. ശരിയടാ, എൻ്റെ അമ്മയുടെ കഥ ഇത് തന്നെയാണ്. അമ്മ വിടുവാണെങ്കിൽ ഞാനും കളിക്കാൻ വരാം, പിന്നെ നിന്റെ അമ്മയും കൂടെ വിടുവാണെങ്കിൽ നിങ്ങളും കളിക്കാവാ. എന്നാ ശരി, ഞങ്ങൾ വെക്കോ, ഞാനും പോവാ.